ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികൾ, അതായത് ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ചാറ്റ് ബാക്കപ്പ് ചെയ്ത കാര്യങ്ങൾ എവിടെയാണ് പോയി നിൽക്കുക എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ്. ഇപ്പം ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇതൊക്കെ ശരിക്കുള്ളത് തന്നെയാണോ, അല്ലെങ്കിൽ ഇത് ബാക്കപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്, എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത്, അത് നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയമാണ്, ഈ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, ബാക്കപ്പ് ചെയ്ത കാര്യങ്ങൾ ഇത് എവിടെയാണ് പോയി നിൽക്കുക എന്നുള്ള. ഈ വീഡിയോയിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചാറ്റ് ബാക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതും അത് എവിടെയാണ് പോയി നിൽക്കുക എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ വാട്സപ്പിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രൊഫൈലുകളൊക്കെ, നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലുകൾ കാണാം. നമുക്ക് ഇവരൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ, നമുക്ക് വരുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇതൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ ഏറ്റവും താഴെ നമുക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെയാണ് നമുക്ക് എല്ലാ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ചാറ്റ്സിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായത് എവിടെയാണ് ബാക്കപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ചാറ്റ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ട് നമ്മൾക്ക് എത്രത്തോളം ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഏകദേശങ്ങളിലെ എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക്, നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ നോക്കുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മളെ ബാക്കപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ എത്രയാണ് ബാക്കപ്പ് ചെയ്തതെന്നുള്ള കാണിക്കുന്നുണ്ട്. സ്റ്റോറേജ് ഇവിടെ ഫുള്ളാന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചാറ്റ് ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ചാറ്റ് ബാക്കപ്പ് ചെയ്യാൻ പറ്റും, വീക്ക്ലി, ആഴ്ചയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മന്ത്ലി. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഡെയിലിയാണ് കൊടുത്തത്, കാരണം ഒരു ചാറ്റ് പോലും മിസ്സാവാതിരിക്കാൻ നിങ്ങളും ചെയ്യേണ്ടത് ഇതേപോലെ ഡെയിലിയാണ് ആക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് എവിടേക്കാണ് ബാക്കപ്പ് ചെയ്യുക, അങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ടോ, അവിടെ ബാക്കപ്പ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് പലർക്കുള്ളൊരു ഡൗട്ട്. അത് എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം, എവിടെയാണ് ഇത് ബാക്കപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഞാനിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് നമ്മളെ പ്ലേ സ്റ്റോറിലൊന്ന് പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിലൊന്ന് പോവുക. അവിടെ നമ്മൾ സെർച്ച് ഓപ്ഷനിൽ താഴെ നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഗൂഗിൾ ഡ്രൈവ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ ഡ്രൈവ് കൊടുത്ത് താഴെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുക. ഇങ്ങനെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഐക്കൺ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ആ ഇമെയിൽ ഐ ഡിയിലേക്കാണ്, ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഇത് സ്റ്റോർ ആവുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിനുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇനി പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ 3 ലൈൻസ് കാണിക്കുന്നുണ്ട് അല്ലെ, മോർ ആക്ഷൻസിൽ നമുക്ക് ഇവിടെ 3 ലൈൻസ് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കപ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ബാക്കപ്സ് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും, നമ്മൾ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, എല്ലാ ബാക്കപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ അതർ ബാക്കപ്സിൽ നമുക്ക് നോക്കിയാൽ വാട്സപ്പ് ബാക്കപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കാണാൻ സാധിക്കും. ഇത് പലർക്കും ഒരു സംശയമാണ്, ഇത് എവിടെയാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത്. ഈ വീഡിയോയുടെ കൂടെ അത് ക്ലിയർ ആവും. ഇവിടെ നമുക്കറിയാം, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ഏറ്റവും ടോപ്പിൽ കാണിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ഫോൺ നമ്പർ മുകളിൽ കാണിക്കും. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് യുവർ ചാറ്റ്സ് ആൻഡ് മീഡിയ ഇൻക്ലൂഡിങ് ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കപ്പ് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിലാണുള്ളത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് റിട്രീവ് ബാക്ക് ചെയ്യാൻ, തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് പകരം നമുക്ക് നമ്മുടെ ഫോൺ റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, വാട്സപ്പ് റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ഡിവൈസൊക്കെ മാറ്റിയിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നേരെ ആ പുതിയ ഡിവൈസിലേക്ക്, പുതിയ വാട്സപ്പിലേക്ക് നമുക്ക് വരും. അങ്ങനെയാണ് നമുക്ക് വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഈ ബാക്കപ്പ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ടേൺ ഓഫ് ബാക്കപ്പ്. ഇനി മുതൽ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം.